എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Swords, Seven of Cups, Six of Swords, Wheel of Fortune, Queen of Cups and Six of Cups energy connections ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈവ് ഓഫ് സോഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻസ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ മേലധികാരികൾ, ചിലപ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങളോട് പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ പാർഷ്യാലിറ്റി, മറ്റ് ചില ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് വളരെ ഹാർഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി തരികയും ചെയ്യുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അവരുടെ പറയുന്ന രീതിയായിരിക്കും, ആറ്റിറ്റ്യൂഡായിരിക്കും. ചില പ്രത്യേക വ്യക്തികളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ജോലികളൊന്നും നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ജോലിയിൽ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഏതെങ്കിലും കൊലീഗ്സ് ആയിരിക്കും നിങ്ങളോട് താല്പര്യക്കുറവോ, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളോട് പോരിന് വരുന്നൊരു സാഹചര്യവും, അങ്ങനെയൊക്കെയുള്ള ടോക്സിക് വർക്കിംഗ് എൻവയൺമെൻറ്റിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ച് പല രീതിയിലായിരിക്കാം. എന്തായാലും ടോക്സിക് എൻവയൺമെൻറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വ്യക്തി, നിങ്ങളുടെ കൊലീഗ് ആണെങ്കിലും നിങ്ങളുടെ ബോസ് ആണെങ്കിലും, അവരൊരു പക്ഷേ അവർക്ക് ട്രാൻസ്ഫറോ മറ്റ് പ്രമോഷനോ ആയി, അതായത് മറ്റ് നിങ്ങൾ ഉള്ള ആ ഓഫീസിൽ നിന്ന് അവർ മാറിപ്പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് അവരുമായിട്ടൊരു ബന്ധം വയ്ക്കേണ്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല. അത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആയിട്ട് ജോലിയിൽ മാറ്റം ആവാം, അതായത് നിങ്ങളായിട്ട് ആ ജോലിയിൽ നിന്ന് പോകുന്നതും ആവാം. വളരെ നല്ലൊരു മികച്ച അവസരം നിങ്ങൾക്ക്, അത് മാനസികമായിട്ടുള്ള സംതൃപ്തി ജോലിയിൽ കുറവുള്ളവരെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിലും കരിയറിലൊരു മാറ്റം ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ പുതിയ ജോലിയിലേക്ക് കയറുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പിന്നെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, മറ്റെന്തെങ്കിലും പ്രൊമോഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ സാധ്യതകൾ നൽകുന്ന സമയമാണ്. കാരണം ഈ ഒരു മാസത്തിൽ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് എക്സാംസ്, എന്തെങ്കിലും ടെസ്റ്റുകൾ കാര്യങ്ങൾ എഴുതുന്നവർക്ക് സാധ്യതകൾ ഏറെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ഒരു വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ഉദാഹരണം, IELTS ഡയറക്റ്റ്ലി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയതല്ല, പക്ഷെ ജോലിക്ക് സാധ്യത നൽകുന്ന തരത്തിലുള്ള എന്തെങ്കിലും എക്സാംസ് നിങ്ങൾ എഴുതുന്നത്, ഇപ്പോൾ IELTS എഴുതുകയാണ് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ അതിലുമൊക്കെ സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഓൾറെഡി ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ലഭിക്കാതെ പോയിട്ട്, സക്സസ് ആവാതെ പോയിട്ടുള്ള ടെസ്റ്റ് നിങ്ങൾ പാസ്സാവുന്ന സമയമാണ് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നത്. അതേപോലെ 7 ഓഫ് കപ്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച പൊതുവിൽ കാണിക്കുന്നത്, പൊതുവിൽ എന്ന് പറയാൻ കാര്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, എന്നിരുന്നാലും പൊതുവിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ എടുത്ത് പറയാനുള്ള, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിലും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും, ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നുണ്ടാവാം, പുതിയൊരു ഇതിലേക്ക് നിങ്ങൾ ചുവട് മാറ്റം നടത്തുന്നു, ഒന്നുകിൽ പുതിയൊരു ഇതിലേക്ക് മാറുന്നു, എക്സ്ട്രാ അഡീഷണൽ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ബിസിനസ് പതുക്കെ നിർത്തി പുതിയൊരു ഇതിലേക്ക് ചുവട് വയ്ക്കുന്നത്, എങ്ങനെയായാലും ബിസിനസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസൊക്കെ കൊണ്ടുവരുന്ന, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ ഈ ഫീൽഡിലോ ആരും പരീക്ഷിക്കാത്ത പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്ന, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് ഒരു വളരെയധികം സാധ്യതകൾ നൽകുന്ന ഒരു കാര്യമായിട്ട് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ തരുന്ന കാര്യമാണ്. ഫിനാൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ജോലിയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രൊമോഷൻ കാര്യങ്ങളാവാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിൽ സക്സസ് ആവാം,
പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ. ഇതിവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രായഭേദമന്യേ ഇപ്പോൾ നിങ്ങൾ റിട്ടയർമെൻറ്റ് ഫേസിലിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് കുറച്ചധികം പൈസ കയ്യിൽ ഇപ്പോൾ ഉണ്ടത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഷെയർ മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അത് നിങ്ങൾ ഒരു മീഡിയം റിസ്ക് രീതിയിൽ വരുന്ന രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് സാധ്യതകൾ വലിയ ഹൈ റിസ്ക് ഉള്ളതല്ലാതെ തീരെ ലോ റിസ്ക് അല്ലെങ്കിൽ കൂടി ഒരു മീഡിയം റിസ്ക് വരുന്ന രീതിയിൽ ഉള്ള ഏതെങ്കിലും ഇതിൽ റിസ്ക് എടുത്തിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള അങ്ങനെയുള്ള ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും ഒന്ന്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വഴി, അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇന്ന വഴിയിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി നിങ്ങൾ ചിന്തിച്ച വഴി തന്നെ ആയിരിക്കണമെന്നില്ല, അതിൽ മാറ്റങ്ങൾ വരാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 7 ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് കപ്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല ഒരു മാസമാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പഠന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ചില മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക് വ്യത്യസ്തത തേടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലേക്കുള്ള നിങ്ങൾ ചിലപ്പോൾ പലരും ചെയ്യുന്ന കോഴ്സ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഇതുവരെ ചില ആളുകൾ കേൾക്കാത്ത രീതിയിലുള്ള കോഴ്സിലേക്കൊക്കെ പൊതുവെ ആളുകൾക്ക് അധികം പരിചിതമല്ലാത്ത മേഖലയിലേക്കൊക്കെ പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ പൊതുവെ സൗഹൃദങ്ങൾ സ്കൂൾ കോളേജിൽ ആ ഒരു ഫേസിൽ നിൽക്കുന്നവർക്ക് നല്ല നല്ല ബന്ധങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസം. സൗഹൃദങ്ങളിൽ സന്തോഷം നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻസും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ അതേ ലെവലിൽ നിന്ന് നമ്മൾ പറയും നമ്മുടെ അതേ ഫ്രീക്വൻസിയിൽ അതേ വേവ് ലെങ്ത്തിൽ വരുന്ന സൗഹൃദങ്ങൾ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ എന്നേക്കുമായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാവുന്ന രീതിയിലുള്ള സൗഹൃദങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ പാരൻസും കുട്ടികളും തമ്മിലുള്ള ബന്ധം അത്ര ദൃഢമുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് അച്ഛനമ്മമാർ തമ്മിൽ വഴക്കായിട്ട് മാറി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് പല കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് മാറിപ്പോയിട്ടുള്ള ഏത് തരത്തിലായാലും തിരിച്ച് കുടുംബമായിട്ട് ഒന്നിക്കുന്ന ഒരു അവസരം ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ആഘോഷങ്ങളോ വിവാഹങ്ങളോ മറ്റോ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ പോവുക. വീണ്ടും തിരിച്ച് നിങ്ങൾ ഒരുമിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. 6 ഓഫ് സോർഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു സിറ്റുവേഷൻസ് പറയുമ്പോൾ തന്നെ ചില ആളുകൾ പാരൻസിനോടൊപ്പം ജീവിക്കുന്നവർ വീട് മാറുന്ന സിറ്റുവേഷനും ഉണ്ട്. അതായത് ഒന്ന് ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള അവസരം വരുന്നുണ്ട്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാറുന്നതാവാം. അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഒരു മാറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് മാറി താമസിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി സാധ്യത വരുന്നുണ്ട്. അപ്പോൾ ജോലി സാധ്യത വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മാറിപ്പോകുന്നത്, അപ്പോൾ അതായത് നിങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് ഒരിടത്ത് താമസിക്കുകയാണെങ്കിൽ ജോലി വരുന്നത് കുറച്ച് ദൂരെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ നിന്നിട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ, അപ്പോൾ കുറച്ച് നാളത്തേക്ക് കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള അവസരം വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളത് എടുക്കുന്നുണ്ടോ, ആ പ്രൊമോഷൻ എടുക്കുന്നോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും അങ്ങനെ ഒരു അവസരം വരുന്നുണ്ട്. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പരമാവധി ഒഴിവാക്കി പോകാവുന്നതേ ഉള്ളൂ. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു മാസം പൊതുവെ നല്ല ഒരു മാസമാണ്. എല്ലാ കാര്യങ്ങളും അത് നല്ല ബാലൻസോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സമയമാണ്. അതായത് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നു. പുറത്ത് പോകാനുള്ള അവസരങ്ങൾ, കുടുംബത്തോടൊപ്പം വിവാഹങ്ങൾ അതുപോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും, അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ഹോബി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രത്യേക ചില കാര്യങ്ങൾ ഫാമിലി അല്ലാതെ നിങ്ങളായിട്ട് പോകുന്ന സൗഹൃദങ്ങളോ അതുപോലുള്ള കൂട്ടായ്മയുടെ ഭാഗമായിട്ട്
എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെയൊക്കെയുള്ളൊരു സാഹചര്യവും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.